പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും 1000 മതേതര ജനാധിപത്യ ബഹുസ്വര സോഷ്യലിസ്റ്റ് അഭിവാദ്യങ്ങൾ. നമ്മുടെ SYSൻ്റെ ഒരു ആഹ്വാനം വന്നിട്ടുണ്ട്. ഹാക്കിമിയത്ത് എന്ന മതരാഷ്ട്രവാദം ജമാഅത്ത് ഉപേക്ഷിച്ചുവോ? VD സതീശൻ വിശദീകരിക്കണം എന്നാണ് SYS പറഞ്ഞിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ഹാക്കിമിയത്ത് എന്ന മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചോ ഇല്ലയോ എന്ന് VD സതീശൻ വിശദീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും VD സതീശൻ ഇത് വിശദീകരിക്കാൻ പ്രാപ്തനാകണമെങ്കിൽ ദറസിൽ പോയി കിതാബ് ഓതേണ്ടി വരും. ഏതായാലും ദറസുകൾ നടത്തുന്ന AP സുന്നികൾ, ഷജറ സുന്നികൾ, നളന്ദ സുന്നികൾ, സുഹാബി സുന്നികൾ എല്ലാവരും വളരെ കാര്യപ്പെട്ട മുത്തഅല്ലിമിന് വേണ്ടിയിട്ടുള്ള പിടിവലി തുടങ്ങിയതായിട്ടാണ് അറിയുന്നത്. ഏതായാലും ഈ മുത്തഅല്ലിമ് വരുമ്പോൾ നമ്മൾ സാധാരണ പോലെ ദർസ് മുത്തഫരീദ് തൊട്ട് തുടങ്ങണ്ട. നമ്മൾ സാധാരണ ചെയ്യാറ് ഒരു മുത്തഅല്ലിമ് വന്നാൽ മുത്തഫരീദ് മുതൽ തുടങ്ങലാണ്. ചിലപ്പോൾ അതിൻ്റെ കൂടെ മീസാനും അപൂർവമായിട്ട് തുടങ്ങിയെന്ന് വരും. ഇത് നേരെ ഈ മുത്തഅല്ലിമ് വരുമ്പോൾ നമ്മൾ ഹക്കമ യഹ്കുമു ഹുക്മൻ ഫഹുവ ഹാക്കിമുൻ അത് മാലിമുദാരി കൂട്ടാൻ പഠിപ്പിക്കുക. എന്നിട്ട് നേരെ അതിൻ്റെ ഇസ്മുൽ ഫായിൽ എടുത്ത് ഹാക്കിമുൻ, ഹാക്കിമാനി, ഹാക്കിമൂന അത് എടുത്ത് സർഫാക്കാൻ പഠിപ്പിക്കുകയും പിന്നെ അതിൽ നിസ്ബയുടെ യാ ചേർത്തിട്ടുള്ള ഹാക്കിമിയത്ത് എന്താണെന്നുള്ളത് മൂപ്പരെ പഠിപ്പിക്കണം. ഏതായാലും അത് മാത്രം പോരാ, അതിൻ്റെ കൂടെ നമ്മുടെ സുന്നി വോയിസ്, സുന്നി അഫ്കാർ, സുന്നത്ത്, റിസാല ഒക്കെ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതും മൂപ്പരെ ഓദിക്കണം. അങ്ങനെ നമ്മുടെ ദർസി രംഗത്ത് ഒരു പുതിയ മാനം ഉണ്ടാവണം. ഒരു മാനം ദർസുകൾക്ക് കൈവരേണ്ടതുണ്ട്. ഇത് നിലമ്പൂരിൽ നിന്ന് തുടങ്ങലാണ് കൂടുതലും നല്ലത്. കാരണം നിലമ്പൂരിലാവുമ്പോൾ ഒരുപാട് മുജാഹിദുകൾ, പലതരം മുജാഹിദുകൾ, ആട് മുജാഹിദ്, ദമ്മാജ് മുജാഹിദ്, MM മുജാഹിദ്, പൂട മുജാഹിദ്, പല മുജാഹിദുകളും വിവരമുള്ളവരാണ്. അവർ കിതാബ് തിരിയുന്നവരാണ്. അപ്പോൾ അവരൊക്കെ മുദരിസുമാരായിട്ടോ മുത്തഅല്ലിമീങ്ങളായിട്ടോ നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അത് ഷജറ, പിന്നെ നളന്ദ, AP സുന്നികൾ മാത്രമായിട്ട് അതിന് കഷ്ടപ്പെടേണ്ടതില്ല. അതുപോലെ തന്നെ ഈ മുത്തഅല്ലിമിൻ്റെ കൂടെ വേറെ മുത്തഅല്ലിമീങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടിക്കോട്ടെ. ഏതായാലും നമ്മൾ ദർസിന് വേണ്ടി മെനക്കെടുവാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ബൈത്തുകളും അതുപോലെ മൗലൂദിലെ വരികളൊക്കെ ഇല്ലേ, അമിൻ തദക്കുരിജി, അതൊക്കെ നമ്മൾ പണ്ട് യേശുദാസ് ചിത്രയൊക്കെ പാടുന്ന രീതിയിലാണ് സ്വലാവാത്തി അലൻ നബി അതൊക്കെ പാടി നമ്മൾ കാലികമായ വർണ്ണം നൽകിയിരുന്നത്. ഇപ്പോൾ ഇനി ട്രെൻഡായിട്ടുള്ളത് നമ്മുടെ വേടൻ്റെ റാപ്പ് മ്യൂസിക്കാണ്. അപ്പോൾ വേടൻ്റെ റാപ്പ് മ്യൂസിക് ആ വരികൾ ഒപ്പിച്ച് ആ ഇശലിൽ മൗലൂദിലെ ബൈത്തുകളും മാലപ്പാട്ടുകളും പഠിപ്പിക്കലും കൂടി നമ്മൾ ഈ മുത്തഅല്ലിമിനും സഹമുത്തഅല്ലിമീങ്ങൾക്കും വേണ്ടിയുള്ള സബക്കിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ ഇബാദത്തിൻ്റെ താരീഫ് അഖ്സാ ഗായത്തിൽ ഖുളൂഇ വതദല്ലുലി എന്ന് തന്നെയാണ്. മറഞ്ഞ വഴിയുമേ കൂടി ഗുണം പ്രതീക്ഷിക്കലോ അല്ലെങ്കിൽ ദോഷം ഭയപ്പെടലോ ചെയ്യലാണ് ഇബാദത്ത് എന്നൊക്കെയുള്ള വഹാബികളുടെ തൗഹീദ് മാറ്റിവെച്ചിട്ട് കൃത്യമായിട്ട് ഈ താരീഫ് പഠിപ്പിക്കുക. അതുപോലെ ഇസ്തിഗാസയുടെ ദലീൽ പഠിപ്പിക്കാൻ ഒരിക്കലും മറക്കരുത്. അങ്ങനെയുള്ള ഒരു ദറസ് നമ്മൾ ഉടനെ തുടങ്ങണം. ഈ ദറസിൽ ഇത് മാത്രം പഠിപ്പിച്ച പോരാട്ടോ, വേറെ ചില കാര്യങ്ങളും കൂടി പഠിക്കണം. മൗദൂദി സാഹിബിൻ്റെ കിതാബുകൾ, എല്ലാ കിതാബുകളും പഠിപ്പിക്കണം. മുർത്തദ് കി സസ ഇസ്ലാമി ഖാനൂൻ മേ എന്നുള്ള ആ കിതാബ് പഠിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കിതാബുകളിൽ ഈ മുർത്തദിൻ്റെ ഉഖൂബത്ത് എന്താണ് എന്നുള്ളത് ആ ഇബാറത്തുകൾ സഹിതം അത് ആ ബാബ് മാത്രം പഠിപ്പിച്ചാൽ മതി, വേറെ ഒന്നും പഠിപ്പിക്കേണ്ട. അതുപോലെ തന്നെ വയുക്റഹു ലഹുമുൽ ഹുളൂറു വലനാ യഹ്ലാറുഹും വലാ യഖ്തലിത്തൂന ബിനാ എന്ന് തുഹഫയിൽ ഗൈറുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന വിഭാഗം ഇസ്തിസ്ഖാഇൻ്റെ സ്വലാത്തിനും അതിൻ്റെ ദുആയിനും ഖുത്ബയ്ക്കും ഹാജറാകുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ ഈ മുത്തഅല്ലിമിനെയും സഹമുത്തഅല്ലിമീങ്ങളെ നമ്മൾ നന്നായിട്ടൊന്ന് ഓദിച്ച് ഒന്ന് കണ്ണ് തെളിയിക്കേണ്ടതുണ്ട്. അതുപോലെ വയുഖ്തലു താരിഖു സ്വലാത്തി ബിളർബി ഉനുഖിഹി അത് നമ്മൾ ഇവർക്കൊക്കെ ഒന്ന് ചൊല്ലിക്കൊടുക്കണം. അപ്പോഴാണല്ലോ ജമാഅത്തെ ഇസ്ലാമീനെ എതിർക്കുന്ന, മൗദൂദീനെ എതിർക്കുന്ന നമ്മുടെ
സമാധാനത്തോടുള്ള പ്രതിബദ്ധതയും നമ്മുടെ അഹിംസ പ്രതിബദ്ധതയും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു സമാധാനത്തിൻ്റെ സന്ദേശത്തിൻ്റെ ശീതളിമയൊക്കെ അവർക്ക് മനസ്സിലാവുക. അതുപോലെ അമ്മല്ലദീ ഖുത്തില ബിളർബി ഉനുഖിഹി ലിതർക്കിഹി സ്വലാത്ത ഫലാ യുദ്ഫനു ഫീ മഖ്ബറത്തിൽ മുസ്ലിമീന വലാക്കിൻ യുദ്ഫനു ഫീ മഖ്ബറത്തിൽ ഫുസാഖ് എന്നൊക്കെ നമ്മുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള താരിഖ് സ്വലാത്തിനോട് അനുവർത്തിക്കേണ്ട ആ സമീപനം ഉണ്ടല്ലോ, അത് ജമാഅത്തെ ഇസ്ലാമിക്കാർ പഠിപ്പിക്കുന്നില്ല കേട്ടോ. ജമാഅത്തെ ഇസ്ലാമിക്കാരല്ലാത്ത ആളുകൾ ആ ഓതി പഠിപ്പിക്കുന്ന അത്തരം കിതാബുകളും ആ ഇബാറത്തുകളും ആ ബാബുകളും ഒക്കെ ശരിക്കും ഈ മുത്തഅല്ലിമിന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഹാക്കിമിയത്ത് എന്ന മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചോ അതല്ല ഉപേക്ഷിച്ചില്ലയോ, അത്തരം വാദങ്ങൾ വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഈ മുത്തഅല്ലിമിന്, ആ കൂടെ ഓതുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ശരീക്കന്മാർക്കൊക്കെ നല്ല ഒരു ബസീറത്തുണ്ടാകാൻ ഈ ദറസ് ഉപകരിക്കും. പണ്ട് കൊണ്ടോട്ടിയിൽ മാതൃകാ ദറസ് എന്നും പറഞ്ഞൊരു ദറസ് തുടങ്ങിയിരുന്നു. അപ്പോൾ ആ രൂപത്തിൽ എല്ലാ മതക്കാർക്കും എല്ലാ ജാതിക്കാർക്കും ചേർന്ന് ഓതാൻ പറ്റുന്ന ദറസുകൾ തുടങ്ങുന്നതിനുള്ള ഒരു വാതായനമാണ് SYS ഈ ഒരു ആവശ്യത്തിലൂടെ തുറന്നു വച്ചിട്ടുള്ളത്. അപ്പോൾ കൊള്ളാവുന്ന ഇതുപോലത്തെ മുത്തഅല്ലിമീങ്ങളൊക്കെ ഈ ദറസിലേക്ക് വന്ന് ചേരട്ടെ, അവരങ്ങ് ഓതട്ടെ, കാര്യങ്ങൾ അവർ മനസ്സിലാക്കട്ടെ. ആർക്കൊക്കെയാണ് ഹാക്കിമിയത്തുള്ളത്, എന്താണ് തൗഹീദുൽ ഹാക്കിമിയത്ത്, തൗഹീദുൽ ഉലൂഹിയത്ത്, തൗഹീദുർ റുബൂബിയത്ത്, അതൊക്കെ ഇവർ ശരിക്കങ്ങ് മനസ്സിലാക്കട്ടെ. അങ്ങനെ ജാതി മതഭേദമില്ലാതെ എല്ലാ സമുദായങ്ങളിലും പെട്ടോ മുത്തഅല്ലിമീങ്ങൾ ചേരുന്നതിന് വേണ്ടി, ദറസിൽ ചേരുന്നതിന് വേണ്ടി സഫനായിട്ട് കാത്തു നിൽക്കുന്ന ആ നല്ല നാളേക്ക് വേണ്ടിയുള്ള ആ ജിജ്ഞാസാപൂർണമായ കാത്തിരിപ്പോടുകൂടി എല്ലാവർക്കും വന്ദനം. എല്ലാവർക്കും തൽക്കാലത്തേക്ക് വിടാം.